ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ എൻ്റെ കോളേജിൽ തന്നെ എല്ലാവരും ഞാൻ ഇങ്ങനെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ കൂടുതൽ ഇങ്ങനെയായിരുന്നു വീഡിയോ ഈ ഇടയ്ക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ വെച്ച് കളിയാക്കുമായിരുന്നു. സോ ഞാനത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഗായ്സ്. ഹലോ ഗായ്സ്, ഇനി തൊട്ട് ഞാൻ ഇങ്ങനെ ആയിരിക്കും പറയുന്നത്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഞാൻ ഈ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഞാൻ എൻ്റെ വീഡിയോസിൽ കൂടുതൽ എൻ്റെ ചാനലിലിട്ട വീഡിയോസിൽ കൂടുതലും ചില പ്രോഡക്ട്സിൻ്റെ റിവ്യൂസാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ലോങ് വീഡിയോ ഞാനൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ അല്ല, ഒരു യൂസസ് ആണ് പറയുന്നത്. കാരണം അധികം ആൾക്കാർ ഇത് യൂസ് ചെയ്യാതിരിക്കുന്നവരായിരിക്കും. കാരണം ഇത് യൂസ് ചെയ്യാവോ, യൂസ് ചെയ്തുകൂടെയോ അതൊന്നും അറിയാതെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്നവർ കാണും, യൂസ് ചെയ്യുന്നവർ കാണും, ഉണ്ടായിട്ട് യൂസ് ആക്കാതെ കയ്യിൽ തന്നെ വെക്കുന്നവർ കാണും. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പ്രയോജനമായിരിക്കും ഈ വീഡിയോ എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെറുപ്പം തൊട്ടേ നമുക്കറിയാവുന്നൊരു സാധനമാണ് വാസലിൻ. ഇതാണ് വാസലിൻ. ഞാൻ പറയേണ്ട ആവശ്യമില്ലായിരിക്കും, എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഈ വാസലിൻ്റെ എൻ്റെ വീഡിയോ വളരെ ചെറിയതായിരിക്കും. കാരണം ഞാൻ ചെറിയ വീഡിയോസ് ഇടാറുള്ളൂ. അപ്പോൾ ആ ചെറിയ വീഡിയോയിൽ ഒതുങ്ങുന്ന ഒരു 5-6 യൂസ് ആയിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ചിലർ പറയും ഇത് യൂസ് ചെയ്താൽ കറക്കുമെന്ന്. ആക്ച്വലി നിങ്ങൾ ഇതിട്ടിട്ട് വെയിലത്ത് പോയാൽ നിങ്ങൾ കറക്കും. നൈറ്റ് യൂസ് ചെയ്ത അടിപൊളി സാധനമാണ്, നന്നായിട്ട് വർക്കാവും, നന്നായിട്ട് യൂസ്ഫുള്ളാണ്, നമ്മളെ പല കാര്യങ്ങളിൽ നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെ ഒരു പ്രോഡക്റ്റാണിത്. അപ്പോൾ എല്ലാവരും പൂട്ടിയൊക്കെ വെച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ എടുത്ത് യൂസ് ചെയ്യുക. ഫസ്റ്റ് യൂസാണ് പറയാൻ പോകുന്നത് വാസലിൻ്റെ. ഇത് വാസലിൻ എന്നതൊരു ബ്രാൻഡിൻ്റെ നെയിമാണ്. ഇത് വന്നിട്ട് പെട്രോളിയം ജെല്ലിയാണ് സംഭവം. അപ്പോൾ ഇത് എന്തൊക്കെ യൂസാണ് നമുക്ക് തരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് ഞാൻ പറയാൻ പോകുന്നത്, നമ്മുടെ കാലൊക്കെ ഒരുപാട് വരൾച്ച വന്നിങ്ങനെ വിണ്ട് കീറിയിട്ടുണ്ടായിരിക്കും, കാലിൻ്റെ ഉപ്പൂറ്റി. അങ്ങനെയുള്ളവർക്ക് ഇത് തേച്ചിട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് യൂസ്ഫുള്ളായിരിക്കും. നിങ്ങളുടെ അത് പെതിയെ മാറി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ സെക്കൻഡ് യൂസാണ് വാസലിൻ്റെ സെക്കൻഡ് യൂസ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ഫ്രിസി ഹെയർസ് ഉള്ളവർക്ക്, നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ ട്രെയിനിലാണെങ്കിലും കാറിലാണെങ്കിലും ഇപ്പോൾ ബൈക്കിലാണെങ്കിലും നമ്മൾ പോയി കഴിയുമ്പം കുറച്ച് ദൂരം പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഹെയർ അങ്ങ് ഒരുപാട് കാറ്റടിച്ച് പറന്ന്, കൂടുതലും ബേബി ഹെയർസ് ഉള്ളവരുടെ ഹെയറൊക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പൊന്തി നിന്ന് ഭയങ്കര വൃത്തികേടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇത് കുറച്ച് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇതൊരു മെഴുക് രൂപമാണല്ലോ, ഒരുപാട് അപ്ലൈ ചെയ്താൽ ഭയങ്കര ഓയിലി ആയി പോകും ഹെയർ. സോ ഹെയറിൻ്റെ ഇവിടെ ഒന്നും അപ്ലൈ ചെയ്യേണ്ട. ഇങ്ങനെ ബേബി ഹെയർസ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നിടത്ത് സ്വല്പം വളരെ കുറച്ച് മാത്രം ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മാറ്റം കിട്ടും, നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇനി തേർഡ് യൂസാണ്, നമ്മളിപ്പോൾ നമ്മുടെ ചുണ്ടിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് രാത്രിയിൽ കിടക്കുകയാണെങ്കിൽ ചുണ്ട് ഒത്തിരി ഡ്രൈ ആയിട്ടുള്ളവരുടെ ലിബിൻ്റെ ഡ്രൈനെസ് മാറ്റി തരുന്നതായിരിക്കും. അതിനെന്ത് യൂസ്ഫുള്ളായിരിക്കും. നെക്സ്റ്റ് വന്നിട്ട് വാസലിൻ്റെ യൂസ് ഞാൻ പറയാൻ പോകുന്നത്, ഹെയർ സ്പ്ലിറ്റ്നെസ് ഉള്ള ഹെയർ നന്നായിട്ട് സ്പ്ലിറ്റ് ആയിട്ടുള്ളവർക്ക് ആ സ്പ്ലിറ്റ്നെസ്സിൻ്റെ അവിടെ കുറച്ച് വാസലിൻ അപ്ലൈ ചെയ്തിട്ട്, വളരെ കുറച്ച് അപ്ലൈ ചെയ്യാവൂ. കാരണം ഇത് മെഴുകു പോലെ ഇരിക്കുന്നതുകൊണ്ട് ഹെയർ നന്നായിട്ട് ഓയിലി ആക്കും. നിങ്ങൾക്ക് കുറച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മാറി കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് വന്നിട്ട് ചിലവരുടെ കൈമുട്ടുകളും കാൽമുട്ടുകളും ഒക്കെ നന്നായിട്ട് ഡ്രൈ ആയിരിക്കും, ഭയങ്കര ഡ്രൈ ആയിരിക്കും. കൂടുതലും ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്ക് അറിയാമായിരിക്കും, അവർ ക്ലോറിൻ വാട്ടറൊക്കെ യൂസ് ചെയ്തിട്ട് ഭയങ്കര ഡ്രൈ ആയിരിക്കും. അപ്പോൾ അവർക്കിത് നൈറ്റ് നിങ്ങളിത് യൂസ് ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായിരിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ കൺപീലിയിലെല്ലാം ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഡ്രൈനെസ് ഒക്കെ മാറി കൺപീലികളൊക്കെ കുറച്ചുള്ളവർക്ക് അത് വളരാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ സ്കിന്നിൽ കൂടുതൽ റാഷസ് ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ടൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞ് നമുക്കവിടെ റാഷസ് ഒക്കെ വരികയാണെങ്കിൽ നമുക്കിത് തേച്ചാൽ അതിനൊരു റിസൾട്ട് ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ബാഗിൻ്റെ സിബ്, വാച്ച് നമ്മൾ ടൈറ്റ് ചെയ്യുന്നിടത്തൊക്കെ ഒരു കട്ടി പോലെ തോന്നിക്കഴിഞ്ഞാൽ, ചില സിബൊക്കെ ഭയങ്കര മുറുക്കം പോലെ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ വാസലിൻ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ നിന്നൊരു റിസൾട്ട് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ കൊച്ചു വീഡിയോയിൽ ഞാൻ കുറച്ച് യൂസസ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ യൂസസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്ന് തോന്നിയെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. ബൈ ഗൈസ്.